സോ ഗൈസ്, അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നു. പിന്നെ ഇവന്മാർക്ക് പിന്നെ നോമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവന്മാർക്ക് രാവിലെ തന്നെ ഉമ്മ കുടിക്കാനായിട്ട് പാൽ വെച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അവന്മാർ പാൽ കുടിക്കുന്നത് നോക്കി അവിടെ നിന്നിട്ട് ഞാൻ വിചാരിച്ചു ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 2 മണി പ്ലാന്റ് റൂമിൽ വെച്ചിട്ടുള്ളതിന് ഞാൻ മാറിയും തിരിഞ്ഞും വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറി പാത്രം കഴുകാനായിട്ട്. കുറച്ച് പാത്രം ഉണ്ടായിരുന്നു ഇന്നലെ നോമ്പ് തുറന്നതും പിന്നെ അത്താഴത്തിന് എടുത്തതായിട്ട് പാത്രം. അതൊക്കെ പിന്നെ കഴുകി സെറ്റാക്കി വെച്ചു. ഉമ്മാക്കൊരു കൊച്ചു കൈ സഹായം അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ വീട്ടിലാകെപ്പാടെ ചെയ്യുന്ന പണിയും ഇത് തന്നെയാണ്, പാത്രം കഴുകുക. പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മീൻ വാങ്ങാൻ ചന്തയിൽ പോകണം. അങ്ങനെ മീൻ വാങ്ങാൻ പോകുമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ എന്നും മീൻ വാങ്ങും ഗൈസ്. നമുക്കിവിടെ പൂച്ച ഉള്ളതുകൊണ്ട് അവന്മാർക്ക് എന്നും മീൻ വേണം. സോ അങ്ങനെ മീൻ വാങ്ങാനായിട്ട് ഞങ്ങൾ ചന്തയിലോട്ട് പോയി. കടലൊക്കെ കണ്ടു. ഉമ്മ മീൻ വാങ്ങാനായിട്ട് ഇറങ്ങി. ഞാൻ വാപ്പായുടെ കൂടെ ഓട്ടോയിൽ തന്നെ ഇരുന്നു. അവിടെ അങ്ങനെ വായി നോക്കി നിന്നപ്പോഴത്തേക്ക് നമുക്കൊരാളെ കളഞ്ഞു കിട്ടി. നമ്മുടെ ആദമ്പൂനെ അവിടെ നിന്ന് കളഞ്ഞു കിട്ടി. അങ്ങനെ ആദമ്പൂൻ്റെ കുറച്ച് സറ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഉമ്മ മീനും വാങ്ങി വന്ന് തിരിച്ച് വണ്ടി കയറി വീട്ടിലെത്തി. പിന്നെ വിചാരിച്ചു കുറച്ച് ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഫേസ് പാക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം അതാണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. ഞാൻ ഈ മുഖത്ത് അപ്ലൈ ചെയ്തത് വേറെ ഒന്നുമല്ലേ, നമ്മുടെ അരിപ്പൊടിയും തൈരും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് ഞാൻ മുഖത്തോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഫേസ് പാക്കൊക്കെ ഇട്ട് നിന്നപ്പോൾ ചക്കിക്കുട്ടൻ വന്ന് പറയുകയാണ് അവന് ഭയങ്കര തലവേദന, മസാജ് ചെയ്ത് കൊടുക്കാനെന്ന്. അങ്ങനെ കുറച്ച് നേരം തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി സെറ്റാക്കി വെച്ചു. ഞാൻ തുണി മടക്കാറുള്ളൂ, കഴുകുന്നതൊക്കെ ഉമ്മയാണ്. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു. അതിന് ശേഷം എൻ്റെ മസാജിൻ്റെ പവറുണ്ടോ ഗൈസ്, അവനപ്പം ഉറങ്ങിയതാണ്. അങ്ങനെ അവനെ ഉറക്കി കിടത്തി. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് കയറി. ഇന്ന് എനിക്കൊരു 3:30 to 5:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ ക്ലാസ് കഴിയുമ്പോഴത്തേനും നോമ്പ് തുറങ്ങുള്ള സമയമൊക്കെ ആയി വരും. അപ്പം നോമ്പ് തുറക്കണം. പിന്നെ നമ്മൾ ഒരു 3-4-5-6 ദിവസത്തേക്ക് ഇവിടെ ഇല്ല. നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് പണിയുണ്ട്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.